നമസ്കാരം. നാളെ ജൂൺ മാസം 13-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് നാളെ. ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി, ദൈവിക അനുഗ്രഹം, ഇത് രണ്ടും നിമിത്തമാണ് ധനലാഭം, തൊഴിൽ നേട്ടം, കുടുംബ സൗഭാഗ്യം എന്നിവ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന 9 നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം, അതായത് നാളെ ശനിയാഴ്ച, പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ ദിവസമാണ്. ശനിയാഴ്ചയാണ്, മംഗളകർമ്മങ്ങൾക്ക് കൊള്ളില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട. നാളെ അശ്വതി നക്ഷത്രക്കാർക്ക് ദിവസം വളരെ ഗുണകരമായിരിക്കും. ഒരുപാട് നാളുകൾ കൊണ്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നാളത്തെ ദിവസം. അപ്പോൾ ഏതാഗ്രഹവുമാകാം, ഒരുപാട് നാളുകളായി അത് മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്നതാകാം. നാളത്തെ ദിവസം അനുകൂലമായ ഫലത്തെ അത് നൽകും. തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഒരു വാർത്ത കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു മെയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോൺ കോളായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ്റെ സാധ്യത, അല്ലെങ്കിൽ സാലറി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതായാലും കർമ്മ മേഖലയിൽ നാളത്തെ ദിവസം ശുഭകരമായ ഒരു വാർത്ത സാധ്യതയുണ്ട്. കൂടാതെ ധനകാര്യ വിഷയങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളാൽ നാളത്തെ ദിവസം സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നല്ല സമയം വരുമ്പോൾ അനാവശ്യ തർക്കങ്ങളിൽ പെട്ട് മനസ്സിനെയും ശരീരത്തിനെയും കുഴപ്പിക്കാതിരിക്കാനും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ നാളെ രാവിലെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലായാലും മതി, ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ധനകാര്യ ഭാഗ്യം, ധനപരമായി വളരെയധികം ഭാഗ്യമുള്ള ദിവസമാണ് നാളെ. കുടുംബ സന്തോഷം, കുടുംബവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തയൊക്കെ എത്തിച്ചേരുന്നതായ ഒരു ദിവസമാണ്. വാങ്ങൽ, വിൽപ്പന എന്നിവയ കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ചിലപ്പോൾ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങൽ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നാളെ ഒരു നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരെയും അമിതമായി വിശ്വസിച്ച് നാളത്തെ ദിവസം പണം കൈമാറ്റം ചെയ്യരുത്. അല്ലെങ്കിൽ രാവിലെ ഒരാൾ വന്ന് കുറച്ച് ധനം ചോദിക്കുന്നു, വൈകുന്നേരം അങ്ങ് തരാം, ഇന്ന് തന്നെ അങ്ങ് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ആർക്കും നാളത്തെ ദിവസം പണം കടമായി കൊടുക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. കാരണം അത് മിക്കവാറും കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം നാളത്തെ ദിവസം നിങ്ങൾക്ക് ധനപരമായ കൈമാറ്റം, അതായത് കടം കൊടുക്കൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത, ആ ഒരു ഭാഗ്യം കാണുന്നില്ല. അതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നാളത്തെ ദിവസം ഉത്തമമായിരിക്കും. മകയിരമാണ് അടുത്ത നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർക്കും പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായ ഒരു ദിവസമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്കോ അംഗീകാരങ്ങൾ ഉണ്ടാകുന്നതായ ഒരു ദിവസമാണ് നാളെ. സുഹൃത്തുക്കൾ വഴിയും ചില സഹായങ്ങൾ, ചില നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക എന്നതാണ്. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ ചില സമയങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം പോലും നമ്മളെ കുഴിയിൽ ചാടിക്കാനുള്ള സാധ്യത കാണും. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം അമിതമായ ആത്മവിശ്വാസത്താൽ സ്വയമേവ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്ന് നിർത്തി, അതായത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുതിർന്നവരോട് ചോദിച്ച് തീരുമാനമെടുക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് ഉത്തമമാണ്. രാവിലെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒന്ന് പോയി ദർശനം നടത്തിയിട്ട് പ്രധാന കാര്യങ്ങൾക്ക് പുറപ്പെടുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇനി അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും നാളെ ആകർഷണ ശക്തി വർദ്ധിക്കുന്നതായ ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്ത് ചെയ്താലും അതിലൊരു അട്രാക്ഷൻ മറ്റുള്ളവർക്ക് നിങ്ങളോട് തോന്നും. നാളത്തെ ദിവസം ഒരു പെണ്ണ് കാണാൻ ചടങ്ങിന് പങ്കെടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നാളത്തെ ദിവസം നല്ല കാര്യങ്ങൾക്ക് എന്ത് പോയാലും നിങ്ങളിൽ മറ്റുള്ളവർക്കൊരു ആകർഷണം ഉണ്ടാകും. അത് ജനപ്രീതിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം കൂടുതൽ പിടിച്ചു പറ്റാനായി നിങ്ങളെ സഹായിക്കുന്നതാണ്. പല കാര്യങ്ങൾക്കും നാളെ അനുകൂലമായൊരു ദിവസമാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ചിന്തയോടുകൂടി ഇറങ്ങിക്കൊള്ളൂ. നാളത്തെ ദിവസം വിജയം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. എങ്കിലും അഹങ്കാരം ഒഴിവാക്കുക, ഞാനെന്ന ഭാവം നാളത്തെ ദിവസം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ നാളെ രാവിലെ ആകട്ടെ അല്ലെങ്കിൽ വൈകിട്ടാകട്ടെ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്.
കൂടാതെ ദർശനം നടത്തിയാൽ മാത്രം പോരാ, ഒരു നെയ് വിളക്ക് കൂടി തെളിയിക്കുക. അതായത് ഒരു കുപ്പി നെയ്യ് ക്ഷേത്രത്തിൽ കൊടുത്താൽ മതി, അവർ ദീപം തെളിയിച്ചോളും. ഒരു കുപ്പി നെയ്യുമായിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താൻ. നെയ്വിളക്ക് അറിയാമല്ലോ, നമ്മൾ എന്താഗ്രഹവും സാധിക്കാനായിട്ട് ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് നെയ്വിളക്ക് തെളിയിച്ചാൽ മതിയാകും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു നെയ്വിളക്ക് തെളിയിക്കുക. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യങ്ങളിലാണ്. അതായത് നാളത്തെ ദിവസം കൃത്യമായി മരുന്ന് കഴിക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുക, ആരോഗ്യം കൃത്യമായി സൂക്ഷിച്ച് നാളത്തെ ദിവസം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നാളെ നിങ്ങൾ ആദിത്യ ഭഗവാനെ, അതായത് സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. കൂടാതെ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ഒന്ന് ദർശനം നടത്താൻ മറക്കരുത്. ആറാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസക്കുറവ് ഈ ഇടയായിട്ടുണ്ട്. എന്നാൽ നാളത്തെ ദിവസം എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ആത്മവിശ്വാസം, ഇതുവരെ നിങ്ങളില്ലാത്തതായ ഒരു ആത്മവിശ്വാസം നാളത്തെ ദിവസം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം ധൈര്യത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും വളരെയധികം അനുകൂലമായ ദിവസവും സമയവുമാണ് നാളെ നിങ്ങൾക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് നമുക്കൊന്ന് നോക്കിയാൽ, ആവേശത്തിൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ്. അതായത് സമ്പത്ത് ചില ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അല്പം ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ചില അഡ്വാൻസ് കൊടുക്കുന്നത്, അതൊക്കെ നമ്മൾ ആ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള എടുത്തുചാട്ടം ഇത് പലപ്പോഴും പിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി തീരുമാനിക്കുക. കഴിവതും നാളത്തെ ദിവസം അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് കൈമാറ്റമൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖല, നിങ്ങളുടെ കർമ്മവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ, അതായത് ബിസിനസ് രംഗവുമായി പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നാളെ ഒരു പുരോഗതി കാണുന്നതായ ദിവസമാണ്. കുടുംബത്തിൽ ഐക്യം, സന്തോഷം, നഷ്ടപ്പെട്ടുപോയ സ്നേഹം ഇതൊക്കെ ഉണ്ടാകുന്നതായ ഒരു ദിവസം. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കുടുംബത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ ആ ഒരു അടുപ്പ് ആരോടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളെ വീക്ഷിക്കുക. കാരണം ആ ഒരു എടുത്തുചാട്ടം, ആ ഒരു കോപം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആ കോപത്തെ ഒന്ന് മാറ്റിവെച്ചിട്ട് കുടുംബാംഗങ്ങളുമായി സന്തോഷത്തോടെ പോകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം കോപം പാടുള്ളതല്ല. ഇവിടെ നാളെ ചെയ്യേണ്ട ശനിയാഴ്ചയാണ്. ഇപ്പോൾ ശനിക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ എള്ളെണ്ണ ദീപം തെളിയിക്കാൻ നാളത്തെ ദിവസം സാധിച്ചാൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും ധനലാഭ സാധ്യത കൂടുതലായി ഉള്ള ഒരു ദിവസമാണ് നാളെ. അപ്പോൾ ചെറിയൊരു ലോട്ടറിയൊക്കെ എടുത്താൽ ചെറിയൊരു ധനമൊക്കെ അതിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാൻ കഴിയില്ല. പുതിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ തുറക്കപ്പെടും. ഇതുവരെയും നിങ്ങളുടെ മുന്നിൽ തുറക്കാത്തതായ ചില വാതിലുകളുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് തുറക്കാനുള്ള, അല്ലെങ്കിൽ തുറന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ യോഗമുള്ളൊരു ദിവസവുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അമിതമായ ചിലവ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശനിയാഴ്ചയൊക്കെയാണ് ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുക. അപ്പോൾ എപ്പോഴായാലും മിക്കവാറും കയ്യിൽ നിന്ന് കുറച്ചധികം ധനം ചിലവഴിക്കപ്പെടേണ്ടതായൊരവസ്ഥയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് അമിത ചിലവുകളിലേക്കോ ആർഭാടങ്ങളിലേക്കോ നാളത്തെ ദിവസം പോകാതിരുന്നാൽ ഉത്തമമായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തിയിട്ടേ വേണം രാവിലെ നാളത്തെ ദിവസം പ്രധാന കാര്യങ്ങൾക്ക് പുറപ്പെടാൻ. അങ്ങനെ പുറപ്പെടുന്നത് വഴി ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത 9ാമത്തെ നക്ഷത്രം രേവതിയാണ്. നാളത്തെ ദിവസം ഭാഗ്യനക്ഷത്രങ്ങൾ എടുത്താൽ ഏറ്റവും ഭാഗ്യം വരുന്നത് രേവതി നക്ഷത്രത്തിന് തന്നെയാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ നാളത്തെ ദിവസം ചെയ്തത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും, സമാധാനം ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും സമാധാനം ഇല്ലെങ്കിൽ പെട്ടുപോകുന്നത് തന്നെ അല്ലേ. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ധനവും ഉണ്ടാകും, അതോടൊപ്പം സന്തോഷവും ഉണ്ടാകും, അതിലുപരി സമാധാനവും കിട്ടുന്നതായ ഒരു ദിവസമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അവസരങ്ങൾ എപ്പോഴും ചിലപ്പോൾ വന്നെന്നിരിക്കില്ല. നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയെന്നും ഇരിക്കില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? എപ്പോഴാണോ അവസരങ്ങൾ കിട്ടുന്നത് അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ചില അവസരങ്ങൾ നാളത്തെ ദിവസം വരും. അത് നിങ്ങളുടെ അനാസ്ഥ കാരണം അതിനെ പാഴാക്കി കളയാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. നാളെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അവിടെ ക്ഷേത്ര ദർശനം വെറുതെ നടത്തിയാൽ പോരാ, തലയ്ക്കൊഴിഞ്ഞൊരു നാണയം, 5 രൂപ നാണയം മതി, അധികം ഒന്നും വേണ്ട. ഭഗവാൻ നമ്മുടെ ഹൃദയമാണ് വേണ്ടുന്നത്.
അപ്പോൾ ആ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ഭക്തിയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന ധനമോ അല്ലെങ്കിൽ കോടികളോ അല്ലെങ്കിൽ വലിയ നേർച്ച കാഴ്ചകളോ ഒന്നുമല്ല. അപ്പോൾ ചെയ്യേണ്ടത് 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വഞ്ചിയിലിടുക, കൂടാതെ ഒരു നാളികേരം